നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആന്ത്രക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Ideal Decor, Home and Office Furniture and Accessories. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ, കാസർഗോഡ്, ചെറുവത്തൂർ, പയ്യന്നൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. മണിത്താലി ഗോൾഡ് കവറിംഗ്, സിറ്റി സെന്റർ, സെന്റ് മേരീസ് സ്കൂൾ മുൻവശം, പയ്യന്നൂർ. അധ്യാപകർ സമയം നോക്കി ക്ലാസ്സിൽ പോകുന്നവരാണെന്ന് ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ. കരിവള്ളൂർ എ വി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാറുപുസ്തകം പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലീച്ചാലം അണക്കെട്ടിന് ഫണ്ട് അനുവദിച്ചിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. അണക്കെട്ടിലെ ചോർച്ച മൂലം നശിക്കുന്നത് ഏക്കർ കണക്കിന് കൃഷിനിലങ്ങൾ. പച്ചക്കറി കൃഷിയിൽ മാതൃകയായി പയ്യന്നൂർ സൗത്ത് LP സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിൽ 15 സെന്റ് സ്ഥലത്ത് ഈ കുരുന്നുകൾ തീർക്കുന്നത് കൃഷിയുടെ വിജയഗാഥ. റേഷൻ കാർഡ് ഫോട്ടോ എടുപ്പ് പയ്യന്നൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു. ഹക്കീം വധക്കേസ് പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം. വാർത്തകൾ വിശദമായി. ഇന്ന് പല അധ്യാപകരും ക്ലോക്കിലെ സമയം നോക്കി ക്ലാസ്സിൽ പോകുന്നവരാണെന്നും അതാണ് കുട്ടികളിൽ വിദ്യാഭ്യാസ നിലവാരം പിന്നോട്ട് പോകാൻ കാരണമെന്ന് പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഞാറു പുസ്തക പ്രകാശനം നടത്തി പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപകർ പാഠപുസ്തകം നോക്കി കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരം ചക്രവാളത്തിലെ മുഴുവൻ കാര്യങ്ങളും കുട്ടികൾക്ക് നൽകേണ്ടവരാണെന്ന് പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ അഭിപ്രായപ്പെട്ടു. ഇന്നു പല അധ്യാപകരും ക്ലോക്കിലെ സമയം നോക്കി ക്ലാസ്സിൽ പോകുന്നവരാണ്. അതാണ് കുട്ടികളിൽ വിദ്യാഭ്യാസ നിലവാരം പിന്നോട്ട് പോകാൻ കാരണം. 75 വർഷം മുൻപ് പഠിപ്പിച്ച അധ്യാപകനെ ഇന്നും ഓർക്കുന്നത് അന്ന് അധ്യാപകർ മാത്രമായിരുന്നു അറിവ് തന്നിരുന്നത് എന്നതുകൂടിക്കൊണ്ടാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാർത്ഥികളുടെ, അധ്യാപകരുടെ, ചിലപ്പോഴൊക്കെ വെളിയിൽ നിന്നുള്ള പ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും ലേഖനങ്ങൾ ഒക്കെ കൊണ്ട് വളരെ സമ്പുഷ്ടമായ മാഗസിനുകൾ ഉണ്ടാകും. ഹൈസ്കൂൾ തലത്തിൽ അത്തരം മാഗസിനുകൾ വളരെ വളരെ അപൂർവമാണ്. പരിപാടിയിൽ PTA പ്രസിഡന്റ് P കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കഥാകൃത്ത് TN പ്രകാശ്, K നാരായണൻ, EVM ബാലകൃഷ്ണൻ, K അജിത എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിന്റെ ഭാഗമായി സ്ഥലം മാറിപ്പോകുന്ന അധ്യാപകർക്കുള്ള ഉപഹാര വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് T പത്മാവതിയും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പയ്യന്നൂർ സൗത്ത് LP സ്കൂളിലെ പച്ചക്കറി കൃഷിത്തോട്ടം മാതൃകയാവുകയാണ്. വെള്ളരിയും പയറും പടവലവും മാത്രമല്ല, മാവും പപ്പായയും കറിവേപ്പും ഇവിടെ കുട്ടികൾ നട്ടുവളർത്തുന്നു. നഷ്ടപ്പെടുന്ന ഒരു സംസ്കാരത്തെ കൂടിയാണ് ഈ കുരുന്നുകൾ തിരിച്ചുപിടിക്കുന്നത്. പയ്യന്നൂർ സൗത്ത് ALP സ്കൂളിലെത്തിയാൽ നിങ്ങൾക്ക് മറ്റൊരു ലോകത്തിലെത്തിയ പ്രതീതിയാണ് ഉണ്ടാവുക. കുറേ പച്ചക്കറികൾ മാത്രമല്ല ഇവിടെ കുട്ടികൾ നട്ടുനനച്ച് വളർത്തുന്നത്, ഒരു സംസ്കാരം കൂടിയാണ്. വിദ്യാലയത്തിൻ്റെ കൃഷിയിടത്തിൽ വിളയാത്തതായി ഒന്നുമില്ല. പയറും പാവലും വെണ്ടയും ചീരയുമെല്ലാം ഇവിടെ ഓജസ്സോടെ തലയുയർത്തി നിൽക്കുന്നു. ഇത്തരം പച്ചക്കറി കൃഷിയിൽ ഒതുങ്ങാതെ മാവും പപ്പായയും കറിവേപ്പും നെല്ലിയുമെല്ലാം ഇവിടെ ഇവർ പരിപാലിക്കുന്നു. കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ചാണ് പച്ചക്കറികളെ പരിപാലിക്കാനായി ഒരുക്കിയിരിക്കുന്നത്. ഓരോരോ ദിവസവും അതത് ദിവസത്തെ ഗ്രൂപ്പുകൾ അത് കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട്. ഒരാഴ്ച മുമ്പ് തന്നെ ഡോളമേറ്റ് ഇട്ട് മണ്ണ് ഇളക്കി കൊടുത്തു. 1 ലിറ്റർ വെള്ളവും 20 ഗ്രാം സ്യൂഡോമോണാസിൽ ചേർത്ത് വിത്തുകൾ കുതിർത്ത് വെച്ചു. ചാണകപ്പൊടിയിട്ട് തടങ്ങൾ ഒരുക്കി
പ്രഥമ അധ്യാപകനാണ് ഇത് ഞങ്ങളെ പഠിപ്പിച്ചത്. കേരള കൃഷി വകുപ്പ് സമഗ്ര പച്ചക്കറി വികസനം സ്കൂളുകളിൽ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി നടത്തുന്നത്. കുട്ടികളെ സഹായിക്കാൻ അധ്യാപകരും കൂടെയുണ്ട്. പ്രധാന അധ്യാപകൻ കേശവൻ മാസ്റ്ററും PTA പ്രസിഡന്റ് തമ്പാനും എല്ലാറ്റിനും നേതൃത്വവും നൽകുന്നു. ഇപ്പോൾ ഞങ്ങൾ ചീര, പടവലം, വെണ്ട, വെള്ളരി, മത്തൻ, കുമ്പളം, കൊടോരം, പടവലം, പയർ, കോളിഫ്ലവർ, ക്യാബേജ്, വഴുതന, തക്കാളി എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്തിട്ടുള്ളത്. എല്ലാം ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷികളാണ്. ഓരോ വർഷത്തെയും വിത്ത് ശേഖരിച്ചാണ് അടുത്ത വർഷത്തെ കൃഷി. തികച്ചും ജൈവ കൃഷി രീതിയാണ് ഇവിടെയും അവലംബിക്കുന്നത്. വെറുതെ കിടക്കുന്ന ഒരു സ്ഥലം പോലും ഈ വിദ്യാലയത്തിൽ ഇല്ല എന്നതും പ്രസക്തമാണ്. 15 സെന്റ് സ്ഥലത്താണ് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. ഉച്ചഭക്ഷണം സമ്പുഷ്ടമാക്കാൻ മുരിങ്ങയിലയും പപ്പായയും കാന്താരിമുളകുമെല്ലാം ഇവർ ഉപയോഗിക്കുന്നു. മത്തൻ ഉപയോഗിച്ച് ബാക്കിയുള്ളവ വിറ്റ് PTA കമ്മിറ്റിക്ക് മുതൽ കൂട്ടുന്നു. അത് മറ്റു പല രൂപത്തിലും കുട്ടികളിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. അങ്ങനെ പിറകെ വരുന്നവർക്ക് കൂടി ഈ പച്ചക്കറി കൃഷി ഊർജം പകരുന്നു. അതുകൊണ്ട് തന്നെ പയ്യന്നൂർ സൗത്ത് ALP സ്കൂൾ മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ്. വിദ്യാലയങ്ങളൊക്കെ പതിയെ പച്ചക്കറി സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ്. പയ്യന്നൂർ സൗത്ത് ALP സ്കൂളിലെത്തിയാൽ കാണാനാവുക കാബേജും കയ്പയും ചീരയും വെണ്ടയും മാത്രമല്ല കറിവേപ്പും കപ്പയും വാഴയുമെല്ലാം ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. നമ്മുടെ പഴയ ജൈവ സംസ്കൃതിയിലേക്കുള്ള ഒരു മടക്കയാത്ര നമുക്കിവിടെ കാണാം. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന് വേണ്ടി സേതു ചീമേനി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹക്കീം വധം പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. സബ് ട്രഷറി പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ഗാന്ധി പാർക്കിൽ സമാപിച്ചു. AP നാരായണൻ, ജയരാജ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തലിച്ചാലം അണക്കെട്ട് ചോർച്ച കാരണം ഹെക്ടർ കണക്കിന് കൃഷിസ്ഥലം ഉപ്പുവെള്ളം കയറി നശിച്ചു. ചോർച്ചയ്ക്കു കാരണമായ അണക്കെട്ട് ഷട്ടർ റിപ്പയറിംഗിനു ഫണ്ട് അനുവദിച്ചിട്ടും നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. തൃക്കരിപ്പൂർ തങ്കയത്തിനെയും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയെയും ബന്ധിപ്പിക്കുന്നതാണ് കാരിയിലെ തലിച്ചാലം അണക്കെട്ട്. ചെറുകാനം, കാറമേൽ, കുണിയൻ, പാലത്തറ ഭാഗങ്ങളിലെ ഏക്കർ കണക്കിന് നെൽകൃഷി ഉപ്പുവെള്ളം കയറാതെ സംരക്ഷിച്ചിരുന്നത് കാസർഗോഡ് മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള ഈ അണക്കെട്ടാണ്. എന്നാൽ കാലാകാലങ്ങളിൽ ഈ അണക്കെട്ടിന്റെ ഷട്ടർ റിപ്പയർ ചെയ്യാത്തതിന്റെ പേരിൽ കടലിലെ ഉപ്പുവെള്ളം തടസ്സമില്ലാതെ ഒഴുകി കൃഷിപ്പാടം നശിക്കുകയായിരുന്നു. കടലിലെ ഉപ്പുവെള്ളം തടഞ്ഞു നിർത്താനുള്ള അണക്കെട്ടിന്റെ ഷട്ടർ തുരുമ്പിച്ചും ദ്രവിച്ചും പ്രവർത്തനരഹിതമായി തുറയ്ക്കാനോ അടക്കാനോ കഴിയാതെ ഷട്ടർ തുറന്ന നിലയിൽ യഥേഷ്ടം ഉപ്പുവെള്ളം കയറാനിടയായി. ഇതിനിടയിൽ ഷട്ടറിന്റെ അറ്റകുറ്റപ്പണികൾക്കായി അനുവദിച്ച 2,30,000 രൂപ കൈപ്പറ്റിയ കരാറുകാരൻ ചെറിയ തുക മാത്രം ചിലവഴിച്ച് ജോലിക്കാരെ വെച്ച് പ്രവൃത്തിയിൽ അനാസ്ഥ ചെയ്തതാണ് കർഷകരെ ദുരിതത്തിലാക്കിയതെന്ന് പരാതിയുണ്ട്. അല്ലെങ്കിൽ ഈ സാധനം തന്നെ മാറ്റിയിട്ടോ അങ്ങനെയില്ല എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാണ്ട് ഈ പലയിട്ടതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഉപ്പുവെള്ളം കയറി നമ്മൾ ഈ അന്നൂർ, ചെറുകാനം, കുണിയൻ ആ ഭാഗത്തുള്ള ഒരുപാട് കൃഷി ഇത് ആദ്യം മുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് റിപ്പയർ ചെയ്തതിന് ശേഷം ഈ സംഭവം ഇനി മുതൽ ഈ പല ഇടാൻ പാടുള്ളൂ എന്നാണ് നമ്മളെ ഇത്. കൂടാതെ റിപ്പയറിനായി വർഷം തോറും ഫണ്ട് അനുവദിക്കുന്നുണ്ടെങ്കിലും റിപ്പയർ നടന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുകുന്നിൽ താരസംഗമം സംഘടിപ്പിച്ചു. EP ജയരാജൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിന്റെ സാമൂഹ്യ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ഇന്ന് പണമുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് കലയായി സിനിമാ രംഗത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. വസന്തത്തിന്റെ കനൽ വഴികളിൽ എന്ന സിനിമയുടെ 75ാം ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് താരസംഗമം സംഘടിപ്പിച്ചത്. പുരോഗമന സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി MK മനോജ് അധ്യക്ഷനായിരുന്നു. സംവിധായകൻ അനിൽ V നാഗേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. TV രാജേഷ് MLA കലാകാരന്മാരെ ആദരിച്ചു. സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, MK അർജുനൻ, K നാരായണൻ, PP ദിവ്യ, ഷെറി, GP രാമചന്ദ്രൻ, CJ കുട്ടപ്പൻ, PK മേദിനി തുടങ്ങിയവർ സംബന്ധിച്ചു. റേഷൻ കാർഡ് പുതുക്കുന്നതിന്റെ ഭാഗമായി പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിലായി ഫോട്ടോ എടുപ്പ് നടന്നു. വായനശാലകൾ, ഓഡിറ്റോറിയങ്ങൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നത്. റേഷൻ ഷോപ്പ് ഒന്നിന് ഒരു കേന്ദ്രം എന്ന നിലയിലാണ് ക്യാമ്പുകൾ സജ്ജീകരിച്ചിരുന്നത്. താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ നേരിട്ടെത്തിയാണ് ക്യാമ്പിൽ വെച്ച് വെരിഫിക്കേഷൻ നടത്തുന്നത്. ഓരോ കേന്ദ്രത്തിലും 700 മുതൽ 2500 വരെ കാർഡുടമകൾ ഉള്ളതുകൊണ്ട് പലയിടത്തും രാവിലെ മുതൽ നീണ്ട നിര തന്നെ കാണാമായിരുന്നു. പ്രായമേറിയവരും വികലാംഗരും കൈക്കുഞ്ഞുമായി എത്തിയവരും ഏറെ സമയം കാത്തിരിക്കേണ്ടി വന്നു. സംരംഭകരാണ് ഫോട്ടോ എടുപ്പും ഡാറ്റ എൻട്രിയും നിർവഹിക്കുന്നത്.
ചിലയിടത്ത് ക്യാമറകൾ തകരാറിലായത് ഫോട്ടോയെടുപ്പിനെ ബാധിച്ചിരുന്നു. സ്ത്രീകൾ കുടുംബനാഥ എന്നുള്ളതൊരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ അതിൽ കവിഞ്ഞ വേറെ ഒരു ഇതൊന്നുമില്ല. അത് ജനങ്ങളിൽ ഇത്രയും കാലം പുരുഷന്മാർക്ക് മേധാവിത്വം ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് ഇപ്രാവശ്യം അവർ നേതൃത്വത്തിലേക്ക് വരുന്ന ഒരു പ്രശ്നം മാത്രമാണ് അവർ അധികപ്പറ്റായിട്ട് കാണാനുള്ളത്. എന്നാൽ സന്നദ്ധ പ്രവർത്തകരും ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയത് ഏറെ സഹായകരമായി. പയ്യന്നൂർ ലത്തീഫിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന എക്സിബിഷനും ഗ്രാൻഡ് പാരന്റ് മീറ്റിംഗും ശ്രദ്ധേയമായി. ദുബായ് PMJ സെക്രട്ടറി മുഹമ്മദ് റാസിഖ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോസം 2015 എന്ന പേരിലാണ് ലത്തീഫിയ സ്കൂളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂളിൽ നടക്കുന്ന എക്സിബിഷൻ ശ്രദ്ധേയമാക്കാൻ അധ്യാപകരും കുട്ടികളും ഏറെ കഠിനമായി തന്നെ അധ്വാനിച്ച കാഴ്ചയായിരുന്നു എക്സിബിഷനിൽ കണ്ടത്. താളിയോലയിൽ എഴുതിയ രാമായണവും ഭഗവത്ഗീതയും കൃഷ്ണപ്പാട്ടുമൊക്കെ സാഹിത്യം കടന്നുവന്ന നാൾവഴികളെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. പഴയ ടൈപ്പ്റൈറ്ററും ഗ്രാമഫോണും കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി. കള്ളന്മാർ കയറിയാൽ അപായമണി മുഴക്കുന്ന ലോക്കർ സെക്യൂരിറ്റി സൗകര്യമൊരുക്കിയ നബിൻ അത് വിശദമായി വിവരിച്ചു കൊടുക്കുന്ന കാഴ്ചയും ശ്രദ്ധേയമായിരുന്നു. വീട്ടിൽ കള്ളം കയറുന്നതിനെല്ലാം ചെറിയ നമ്മളെ ഷോപ്പിൽ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. LDR, ലേസർ, പിന്നെ 9 വോൾട്ട് ബാറ്ററി, ഒരു ട്രാൻസിസ്റ്റർ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാക്കിയതാണ്. ഇതിൽ കൈ എടുക്കുമ്പോൾ ഒച്ചയാവും, ലേസർ കട്ടാകുമ്പോൾ ഒച്ചയാവും. കുട്ടികളുടെ വക ഫുഡ് കോർട്ടും ഒരുക്കിയിരുന്നു. കുട്ടികളുടെ നാനാവിധ കഴിവുകളെ പുറത്തെടുക്കാൻ എക്സിബിഷൻ അവസരമൊരുക്കി. പടർന്നു വളരുന്ന ഒരു ഔഷധ ചെടിയാണ് തൊട്ടാവാടി. തൊട്ടാവാടി എന്ന മലയാള നാമവും ലജ്ജാലു എന്ന സംസ്കൃത നാമവും ഇതിന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. പറമ്പുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് തൊട്ടാവാടി. ഏതു പറമ്പിലും തൊട്ടാവാടി കാണപ്പെടുന്നു. മൈമോസേസി കുടുംബത്തിൽപ്പെടുന്ന ഈ ചെടിയുടെ ശാസ്ത്രനാമം മൈറ്റോസ പൂഡിക്ക എന്നാണ്. എല്ലാ പയർവർഗ സസ്യങ്ങളെയും പോലെ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുത്ത് തൊട്ടാവാടി വേരുകളിൽ സൂക്ഷിക്കുന്നു. ആയതിനാൽ തൊട്ടാവാടി വളരുന്നയിടം ഉഴുതുമറിച്ചാൽ വിത്തുകൾ ആരോഗ്യത്തോടെ വളരും. ബാഹ്യവസ്തുക്കളുടെ സ്പർശനം അറിയുകയും ഉടൻ തന്നെ പ്രതിപ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ ചെടി ബാഹ്യവസ്തുക്കളുടെ സാമീപ്യം കാരണമായുണ്ടാകുന്ന ചൊറിച്ചിലിനും ആസ്മയ്ക്കും ഔഷധമായി ഉപയോഗിക്കുന്നു. വേരിൽ 10% ടാനിനിൻ അടങ്ങിയിരിക്കുന്നു. വിത്തിൽ ഗാലക്ടോസ്, മാത്തോസ് എന്നീ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു. രക്തപാതിയായിട്ടാണ് ആയുർവേദം ഇതിനെ കാണുന്നത്. കൃമിദോഷം, പിത്തം, കഫം എന്നിവ ശമിപ്പിക്കും. പ്രമേഹത്തിനും തൊട്ടാവാടി പ്രതിവിധിയായി ഉപയോഗിക്കുന്നു. വേരിന്റെ രസം മൂർഖന്റെ വിഷത്തിനെതിരായി ഉപയോഗിക്കാറുണ്ട്. തൊട്ടാവാടി എന്ന ചൊല്ലു തന്നെ ഈ ചെടി മലയാളിയുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് തെളിവാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ പിലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഭകളെ സ്കൂളിന്റെയും PTA-യുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. K. കുഞ്ഞിരാമൻ MLA ഉപഹാര വിതരണം നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കുച്ചിപ്പുടിയിൽ 1ാം സ്ഥാനവും A ഗ്രേഡും, ഭരതനാട്യം, നാടോടി നൃത്തം എന്നിവയിൽ A ഗ്രേഡും നേടിയ കൃഷ്ണേന്ദുവിനുള്ള ഉപഹാരം MLA വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി വിവിധ മേളകളിൽ മികച്ച വിജയം നേടിയ സ്കൂളിലെ 30ഓളം വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അവിടെ നിന്നും നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന നമ്മുടെ നാട്ടിനും അതുപോലെ തന്നെ വിദ്യാലയത്തിനും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു വിജയം കുമാരി കൃഷ്ണേന്ദു കുച്ചിപ്പുടിയിലും അതുപോലെ തന്നെ മറ്റ് 1-2 ഐറ്റത്തിലും A ഗ്രേഡും എല്ലാം നേടി നമ്മുടെ സ്കൂളിൻ്റെ അന്തസ്സും അഭിമാനവും പ്രശസ്തിയും ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. PTA പ്രസിഡന്റ് VV നാരായണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. K. മനോജ് കുമാർ, TK രവീന്ദ്രൻ, PC ചന്ദ്രമോഹനൻ, PK ഭരതൻ എന്നിവർ സംസാരിച്ചു. DYFI വെള്ളൂർ സൗത്ത് വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന EMS ട്രോഫിക്ക് വേണ്ടിയുള്ള MK വിപിനൻ സ്മാരക ഫുട്ബോൾ ഫെബ്രുവരി 27 മുതൽ മാർച്ച് 6 വരെ കണ്ടോത്ത് കിസാൻ ഗോവൽ ഗ്രൗണ്ടിൽ നടക്കും. സംഘാടക സമിതി യോഗം ബ്ലോക്ക് പ്രസിഡന്റ് AV രമണി ഉദ്ഘാടനം ചെയ്തു. P. ഷിജിത്ത് അധ്യക്ഷനായി. C. കരുണാകരൻ, K. പവിത്രൻ, VE രാകേഷ്, മൂലക്കാരൻ ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് P. സന്തോഷ് ചെയർമാനും VP അനൂജ് കുമാർ കൺവീനറുമായി സംഘാടക സമിതിക്ക് രൂപം നൽകി. അബുദാബി KMCC ശാഖയും MSF കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയും മാടായി ഹൈസ്കൂളിൽ വാട്ടർ കൂളർ വിതരണം ചെയ്തു. TK ഹമീദ് ഹാജി, TP ചന്ദ്രൻ, EP ബിനോദ്, സജിത് കുമാർ യു, മുഷറഫ് കുഞ്ഞിമംഗലം തുടങ്ങിയവർ സംസാരിച്ചു.
കണ്ണപുരം ജനമൈത്രി പോലീസിന്റെയും കണ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കണ്ണപുരത്ത് നിയമബോധവൽക്കരണ ക്ലാസ് നടത്തി. നിയമസമീക്ഷ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വിമലകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. മക്കളെ പോലീസ് സ്റ്റേഷൻ കയറ്റിയിരുന്നോ കോടതി കയറ്റിയിരുന്നോ വേണ്ടാന്ന് കരുതി പോലീസ് സ്റ്റേഷന് പുറത്ത് ഒരു മെഷീൻ കസേലയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് നിയമം പറയുന്നത്. വർദ്ധിച്ചു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുക, മുതിർന്ന പൗരന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, അവർക്കുള്ള നിയമപരിരക്ഷ ഉറപ്പാക്കുക, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക എന്നീ വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രഭാഷണങ്ങൾ നടന്നു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്യാമള അധ്യക്ഷയായിരുന്നു. വി ഷാജി, കെ പി രാമകൃഷ്ണൻ, കെ വി ശ്രീധരൻ, എൻ വി പ്രഭാകരൻ, പ്രേമ സുരേന്ദ്രൻ, ഡോക്ടർ സി വിജയൻ, ബാലകൃഷ്ണൻ നമ്പ്യാർ, എ രാജേഷ് എന്നിവർ സംബന്ധിച്ചു. ഡിവൈഎഫ്ഐ വൈക്കത്ത് യൂണിറ്റ് രണ്ടാമത് ഉത്തരമേഖലാ തെരുവുനാടക മത്സരം ജനുവരി 30 മുതൽ ഫെബ്രുവരി 1 വരെ വൈക്കത്ത് കെ മധുനഗറിൽ നടക്കും. മുന്നോടിയായി വിളംബര ഘോഷയാത്രയും നടന്നു. രണ്ടാമത് ഉത്തരമേഖലാ തെരുവുനാടക ഗാന്ധിജിയുടെ 67ാം രക്തസാക്ഷിത്വ ദിനാചരണം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി 30 വെള്ളിയാഴ്ച പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തുന്നു. രാവിലെ 9 മണിക്ക് പുഷ്പാർച്ചന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധ്യാപകർ സമയം നോക്കി ക്ലാസ്സിൽ പോകുന്നവരാണെന്ന് ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ. കരുവള്ളൂർ എ വി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാറുപുസ്തകം പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലീച്ചാലം അണക്കെട്ടിന് ഫണ്ട് അനുവദിച്ചിട്ടും അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. അണക്കെട്ടിലെ ചോർച്ച മൂലം നശിക്കുന്നത് ഏക്കർ കണക്കിന് കൃഷിനിലങ്ങൾ. പച്ചക്കറി കൃഷിയിൽ മാതൃകയായി പയ്യന്നൂർ സൗത്ത് LP സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂളിൽ 15 സെന്റ് സ്ഥലത്ത് ഈ കുരുന്നുകൾ തീർക്കുന്നത് കൃഷിയുടെ വിജയഗാഥ. റേഷൻ കാർഡ് ഫോട്ടോ എടുപ്പ് പയ്യന്നൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു. ഹക്കീം വധക്കേസ് പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.